Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chacko, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the topic World Intellectual Property Organization, WIPO, from the subject Corporate Regulations for BBA Semester 3 students of the Kerala University. Let us discuss about World Intellectual Property Organization. The World Intellectual Property Organization (WIPO) is a United Nations agency charged with protecting intellectual property through an international system that promotes and sustains creativity and innovation and helps develop international economies. വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ അഥവാ WIPO എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയെ സംരക്ഷിക്കാൻ ചുമതലയുള്ള യുണൈറ്റഡ് നേഷൻസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ്. WIPO എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയെ അന്താരാഷ്ട്ര തലത്തിൽ സംരക്ഷിക്കാൻ ചുമതലയുള്ള UN കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പം അന്താരാഷ്ട്ര തലത്തിൽ ക്രിയേറ്റിവിറ്റി, ഇന്നൊവേഷൻ, പുതിയ സൃഷ്ടികൾ നടത്താനുള്ള കഴിവിനെ അല്ലെങ്കിൽ പുതുമയെ, ഇന്നൊവേഷൻ, പുതുമ, മാറ്റം, ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ സർഗാത്മക, ഇത്തരത്തിലുള്ള കഴിവുകളെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും അത് നിലനിർത്താനുമൊക്കെ ഒരു അന്താരാഷ്ട്ര സംവിധാനത്തിലൂടെ ഒരു സാഹചര്യം ഒരുക്കുക എന്നതാണ് ഈ WIPO പോലുള്ള ഏജൻസി ചെയ്യുന്ന കർമ്മം എന്ന് പറയുന്നത്. അതിലൂടെ ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥ രൂപീകരിക്കപ്പെടുവാനും ഈ ഏജൻസി സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, എന്താണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയെ പ്രോത്സാഹിപ്പിക്കുവാനും അതിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തുവാനും വേണ്ടി പ്രവർത്തിക്കുന്ന UN കീഴിലുള്ള ഒരു ഏജൻസിയാണ് WIPO എന്ന് പറയുന്നത്. WIPO is dedicated to protecting IP by working with worldwide organizations. It enlists the cooperation of member states through the 9 foundational goals of its strategic plan. വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ അഥവാ WIPO ലോകത്താകമാനമുള്ള സംഘടനകളുമായിട്ട് ചേർന്നുകൊണ്ടാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട്, ഡെഡിക്കേറ്റഡായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. WIPO എന്ന് പറഞ്ഞ സംഘടന സ്ഥാപിക്കുമ്പോൾ തന്നെ 9 അടിസ്ഥാന ലക്ഷ്യങ്ങൾ അടങ്ങിയ ഒരു സ്ട്രാറ്റജിക് പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ സ്ട്രാറ്റജിക് പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് മെമ്പർ സ്റ്റേറ്റ്സ് അഥവാ ഈ WIPO എന്ന് പറഞ്ഞ സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ള രാഷ്ട്രങ്ങളുടെ സഹകരണം ഉറപ്പുവരുത്തുന്നത്. സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ മെമ്പർ സ്റ്റേറ്റ്സ് ആൻഡ് ഓർഗനൈസേഷൻസ് ഇൻക്ലൂഡ് 1. ഡെവലപ്പിംഗ് എ ഗ്ലോബൽ IP ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെമ്പർ സ്റ്റേറ്റ്സും ഓർഗനൈസേഷൻസും ചേർന്ന് ഒരുക്കുന്ന സ്ട്രാറ്റജികളിൽ ഒന്നാമത്തേത് ഡെവലപ്പിംഗ് എ ഗ്ലോബൽ IP ഇൻഫ്രാസ്ട്രക്ചർ. ആഗോളതലത്തിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടുന്ന ഒരു സാഹചര്യം, ഇൻഫ്രാസ്ട്രക്ചർ, ഒരു ചട്ടക്കൂട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്, ചട്ടക്കൂട് തയ്യാറാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. രണ്ടാമത് ബിൽഡിംഗ് ഇൻ്റർനാഷണൽ റെസ്പെക്റ്റ് ഫോർ IP. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിക്ക് ഒരു റെസ്പെക്റ്റ്, അതിനെ എല്ലാവരും മാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നമുക്കറിയാം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് കാണുവാനോ കൈകൊണ്ട് തൊട്ട് നോക്കാനോ സാധിക്കുന്നതല്ല. അപ്പോൾ അത്തരം ഒരു പ്രോപ്പർട്ടിയോട് പലപ്പോഴും അതിൻ്റെ മൂല്യത്തെക്കുറിച്ചോ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചോ ഒക്കെ എല്ലാവർക്കും ഒരു മതിപ്പുണ്ടാവണമെന്നില്ല. അപ്പോൾ ആ ഒരു മതിപ്പ് അല്ലെങ്കിൽ ഒരു എല്ലാവരും മാനിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്, ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. തേർഡ് സ്ട്രാറ്റജി സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് യൂസ്ഡ് ടു ഫെസിലിറ്റേറ്റ് ഫിനാൻഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ്. മൂന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയെ നമ്മൾ സംരക്ഷിക്കണമെങ്കിൽ അതിന് വേണ്ടുന്നുള്ള സാമ്പത്തികപരമായിട്ടും ഭരണപരമായിട്ടുള്ള ചില ഫങ്ഷൻസ് അഥവാ കർത്തവ്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിറവേറ്റാൻ വേണ്ടി അതിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മൾ നൽകേണ്ടതായിട്ട് വരും. ഫോർത്ത് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റിംഗ് ഗ്ലോബൽ പോളിസി ഇഷ്യൂസ് റിലേറ്റഡ് ടു IP. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട
ആഗോളതലത്തിലുള്ള ചില നയപരമായ പ്രശ്നങ്ങൾ, അതിനുള്ള പരിഹാര മാർഗങ്ങൾ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ആ പ്രശ്നങ്ങൾ, അത് കണ്ടുപിടിച്ച് അതിന് പരിഹാര മാർഗങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. The World Intellectual Property Organization (WIPO) is dedicated to help to ensure that the right of creators and owners of intellectual property are protected worldwide, and that inventors and authors are thus recognized and rewarded for their ingenuity. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓണേഴ്സിൻ്റെയും ക്രിയേറ്റേഴ്സിൻ്റെയും റൈറ്റ് അഥവാ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുവാൻ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട്, ആത്മാർത്ഥമായിട്ട് സഹായിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് WIPO എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ WIPO ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ ക്രിയേറ്റേഴ്സിനും ഓണേഴ്സിൻ്റെ റൈറ്റ് സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിലൂടെ ആ സൃഷ്ടികർത്താക്കൾക്ക്, ഇൻവെൻറ്റേഴ്സിന് അല്ലെങ്കിൽ ഓതേഴ്സിനൊക്കെ അവരുടെ വർക്കിന് അല്ലെങ്കിൽ അവരുടെ പ്രയത്നത്തിന് അംഗീകാരം ലഭിക്കുക, റെക്കഗ്നിഷൻ ലഭിക്കുകയും അവരുടെ അംഗീകാരത്തിന് അവർക്ക് പാരിതോഷികങ്ങൾ ലഭിക്കുകയൊക്കെ ചെയ്യാനിട വരുത്തുന്നു. അതിലൂടെ അവർ ലോകത്താകമാനം അവരുടെ കണ്ടുപിടുത്തങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ സൃഷ്ടികൾക്ക് അംഗീകാരം ലഭിക്കുകയും അതിന് യഥാർത്ഥ പ്രോത്സാഹനം ലഭിക്കുകയും ഒക്കെ ചെയ്യാനിട വരുന്നു. ഇതാണ് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ചെയ്യുന്ന സഹായം എന്ന് പറയുന്നത്. By providing a stable environment for the marketing of intellectual property products, it also helps to promote international trade. സുസ്ഥിരമായിട്ടുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രോഡക്ട്സിനെ സംരക്ഷിക്കാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുമ്പോൾ അത് ഇൻ്റർനാഷണൽ ട്രേഡിനെ കൂടി കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു കാര്യമായി മാറുന്നു. നമുക്കറിയാം, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് വളരെയധികം വാല്യൂബിൾ ആണ്. ആ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ സംരക്ഷിക്കപ്പെടുവാൻ ഒരു സുസ്ഥിരമായിട്ടുള്ളൊരു പരിതസ്ഥിതി നമ്മൾ നൽകുമ്പോൾ അല്ലെങ്കിൽ WIPO നൽകുമ്പോൾ അത് ഇൻ്റർനാഷണൽ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമായി മാറുന്നു. WIPO undertakes activities in 3 main areas, namely, first one, the progressive development of international intellectual property law. WIPO 3 പ്രധാനപ്പെട്ട മേഖലകളിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് പറഞ്ഞത് ഇൻ്റർനാഷണൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോയുടെ പ്രോഗ്രസീവ് ഡെവലപ്മെൻറ്റ്. പ്രോഗ്രസീവ് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ ക്രമേണ പടിപടിയായിട്ടുള്ള വികസനമാണ്. അപ്പോൾ ക്രമേണയായിട്ട് പടിപടിയായിട്ട് ഇൻ്റർനാഷണൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ വികസിപ്പിച്ച് എടുക്കുക എന്നതാണ് ഒന്നാമത്തെ WIPOയുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് ആക്ടിവിറ്റി is assistance to developing countries to build intellectual property capacity at national and regional levels and encourage more effective use of IP as tool for economic development. WIPOയുടെ രണ്ടാമത്തെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രീസ് അഥവാ വികസ്വര രാഷ്ട്രങ്ങൾക്ക്, വികസിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങൾക്ക് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലുമൊക്കെ വികസിപ്പിച്ചെടുക്കാനുള്ള സഹായം, അസിസ്റ്റൻസ് നൽകുക എന്നുള്ളതാണ്. മാത്രമല്ല, ഇത്തരത്തിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി വികസിപ്പിക്കാനായിട്ട് സഹായങ്ങൾ വികസ്വര രാഷ്ട്രങ്ങൾക്ക് നൽകുന്നതിലൂടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയെ സാമ്പത്തിക പുരോഗതിക്ക് ഉള്ള ഒരു ടൂളായിട്ട്, ഒരു ഉപകരണമായി മാറ്റിയെടുക്കാനും ഇതിലൂടെ സാധിക്കുന്നുള്ളതാണ്. തേർഡ് ആക്ടിവിറ്റി ഓഫ് WIPO is services to industry and the private sector to facilitate the process of obtaining intellectual property protection in multiple countries. WIPOയുടെ മൂന്നാമത്തെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് വ്യവസായങ്ങൾക്കും സ്വകാര്യ മേഖലയ്ക്കും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്ഷൻ വിവിധങ്ങളായ രാജ്യങ്ങളിൽ, മൾട്ടിപ്പിൾ കൺട്രീസിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളിൽ സഹായിക്കുക എന്നുള്ളതാണ്, സർവീസസ് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു രാജ്യത്ത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു പ്രൈവറ്റ് സെക്ടറിന് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിക്ക് സഹായം കൊടുക്കുമ്പോൾ ആ മേഖലയിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിക്ക് മൾട്ടിപ്പിൾ കൺട്രീസിൽ, ലോകത്ത് പല പല രാജ്യങ്ങളിൽ ഈ ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം നടപടിക്രമങ്ങൾ ചെയ്യണോ അതിനു വേണ്ടുന്നുള്ള സഹായങ്ങൾ ഇൻഡസ്ട്രിക്കും പ്രൈവറ്റ് സെക്ടറിനും ചെയ്തു കൊടുക്കലാണ് മൂന്നാമത്തെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത്. അപ്പോൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ WIPO ഏറ്റെടുക്കുന്ന പ്രവർത്തന മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 മേഖലകൾ ഇപ്പോൾ നമ്മൾ
ഇവിടെ ഡിസ്കസ് ചെയ്തതാണ്. WIPO works in close cooperation with its 184 member states to promote intellectual property around the globe and to ensure that all members are in a position to reap the benefits of an effective and affordable system of IP protection which promote wealth creation and economic development. WIPO അഥവാ വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ തങ്ങളുടെ 184 അംഗരാഷ്ട്രങ്ങളോടൊപ്പം വളരെ അടുത്ത് സഹകരിച്ച് ക്ലോസ് കോപ്പറേഷൻ സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അംഗങ്ങൾക്കെല്ലാവർക്കും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതിനും അതിൽ നിന്ന് ലഭിക്കുന്ന ഗുണങ്ങൾ ബെനിഫിറ്റ്സ് നേടിയെടുക്കുന്നതിനും വളരെ ഫലപ്രദമായിട്ടുള്ളതും സാമ്പത്തികപരമായി താങ്ങാൻ പറ്റുന്നതായിട്ടുള്ളൊരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുക എന്നതാണ് ഈ 184 അംഗരാഷ്ട്രങ്ങളോടൊപ്പം ചേർന്ന് വളരെ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ WIPO നടപ്പിലാക്കുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിന് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അതിലൂടെ അതിന് സാമ്പത്തിക സമാഹരണം സാധിക്കും, വെൽത്ത് ക്രിയേഷൻ സാധിക്കും, അതേപോലെ തന്നെ സാമ്പത്തിക പുരോഗതിയും കൈവരിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു രാജ്യത്ത് ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തി, ആ കണ്ടുപിടുത്തത്തിന് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ അതൊരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്, കണ്ടുപിടുത്തം ഇൻവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ലഭിക്കുന്ന ഒരു പേറ്റൻറ്റ് എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്ഷനാണ്. അങ്ങനെ ലഭിച്ചു കഴിയുമ്പോൾ ആ രാജ്യത്തിന് അതിൻ്റെ ഗുണങ്ങൾ കൊയ്യാനായിട്ട് സാധിക്കും. ഇനി പ്രൊട്ടക്ഷൻ ഇല്ല എങ്കിൽ ഇത് മറ്റാരെങ്കിലും കോപ്പി ചെയ്ത് അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ മറ്റുള്ളവർ കൊയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു അവസ്ഥാവിശേഷം ഒഴിവാക്കുകയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്ഷനിലൂടെ WIPO ഊന്നൽ നൽകുന്നത്. Let us discuss the objectives of WIPO. WIPO pursues the following objectives. Number 1, promote the protection of intellectual property right by encouraging new treaties. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് WIPO വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ്റെ ഓബ്ജക്റ്റീവ്സിനെ കുറിച്ച് അഥവാ ലക്ഷ്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ലക്ഷ്യം അഥവാ ഓബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ലോകത്താകമാനം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ സംരക്ഷണത്തെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാവരും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അവരുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിക്ക് സംരക്ഷണം ലഭിക്കുക അല്ലെങ്കിൽ ഈ ഒരു ആശയത്തെ പ്രൊമോട്ട് ചെയ്യുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നാണ്. ഇതെങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് വെച്ചാൽ ബൈ എൻകറേജിങ് ന്യൂ ട്രീറ്റീസ്, പുതിയ ഉടമ്പടികൾ. ട്രീറ്റീസ് എന്ന് വെച്ചാൽ ഉടമ്പടികൾ അഥവാ സന്ധികൾ എന്ന് പറയും. രാജ്യങ്ങൾ തമ്മിൽ പുതിയ സന്ധികൾ അല്ലെങ്കിൽ കരാറുകൾ ഒപ്പുവയ്ക്കുക അല്ലെങ്കിൽ പുതിയ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുക. ഇത്തരം മാർഗങ്ങളിലൂടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി സംരക്ഷിക്കുക എന്നതിന് ഒരു ഊന്നൽ കൊടുക്കുക എന്ന് ഒന്നാമത്തെ WIPOയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സെക്കൻഡ് ഓബ്ജക്റ്റീവ് ഇസ് അസിസ്റ്റ് ഇൻ ദ മോഡേണൈസേഷൻ ഓഫ് ഡൊമസ്റ്റിക് ലോസ് 33. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് WIPOയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ലോസ് ആഭ്യന്തര നിയമങ്ങൾ 33 ഇതിൻ്റെ ആധുനികവൽക്കരണത്തിന് സഹായിക്കുക എന്നുള്ളതാണ്. തേർഡ് ഓബ്ജക്റ്റീവ് കളക്ട് ആൻഡ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൻ്റെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ സാങ്കേതിക സഹായങ്ങൾ ഇവയൊക്കെ ശേഖരിക്കുക, നൽകുക എന്നതൊക്കെയാണ്. IP പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യുക, ശേഖരിച്ച് നൽകുക, അതേപോലെ തന്നെ ടെക്നിക്കൽ അസിസ്റ്റൻസ് സാങ്കേതികപരമായിട്ടുള്ള സഹായങ്ങൾ നൽകുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, IP പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളത്. ഇതൊക്കെയാണ് മൂന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഫോർത്ത് ഒബ്ജക്റ്റീവ് ഇസ് എൻഷുർ കോഓപ്പറേഷൻ എമംഗ് മെമ്പർ കൺട്രീസ് ത്രൂ സെൻട്രലൈസിങ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ എഗ്രിമെൻറ്റ്സ്. നാലാമത്തെ WIPOയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ WIPO വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ അപ്പോൾ ലോകത്ത് ഏതെങ്കിലും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും കരാറുകൾ എഗ്രിമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം ഭരണനിർവഹണം എഗ്രിമെൻറ്റിൻ്റെ ഭരണനിർവഹണം സെൻട്രലൈസ് ചെയ്യുക, കേന്ദ്രീകൃതമാക്കുക. എന്നുവെച്ചാൽ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്ന് അതിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഇത് സാധിക്കണമെങ്കിൽ മറ്റ് അംഗരാഷ്ട്രങ്ങളുടെ സഹകരണം കോഓപ്പറേഷൻ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു WIPOയിൽ അംഗമായിട്ടുള്ള രാഷ്ട്രങ്ങൾക്ക് ഒരു കണ്ടുപിടുത്തത്തിന് ഒരു രാഷ്ട്രത്തിന് IP പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ ഈ രാജ്യം അംഗമായിട്ടുള്ള WIPOയിൽ മറ്റ് അംഗങ്ങളായ രാജ്യങ്ങളിലും
ഇതിന് ഈ കണ്ടുപിടുത്തത്തിന് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഭരണനിർവഹണം, ഈ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കരാറുകളുടെയൊക്കെ ഭരണനിർവഹണം കേന്ദ്രീകൃതമായിട്ട് നടത്തുവാൻ വേണ്ടി അംഗരാഷ്ട്രങ്ങളുടെ സഹകരണം ഉറപ്പാക്കുക. ഇതാണ് WIPOയുടെ 4ാമത്തെ ഒബ്ജക്റ്റീവ് അഥവാ ലക്ഷ്യം എന്ന് പറയുന്നത്. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് WIPO? സെക്കൻഡ് ക്വസ്റ്റ്യൻ, what are the main objectives of WIPO? I hope all of you understood the topic World Intellectual Property Organization WIPO quite well. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.